എല്ലാവർക്കും മല്ലൂടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലോക, ബസൂക്ക, സുമതി വളവ് തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ഒരിക്കലും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് കന്യാകുമാരി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തെലുങ്ക് സിനിമയാണ്. ഈ ചിത്രം ഇന്ന് ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് മിറായി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതും ഒരു തെലുങ്ക് സിനിമയാണ്. 100 കോടി നേടി ഹിറ്റായ സിനിമയാണ് മിറായി. ഈ സിനിമയുടെ OTT അവകാശം ജിയോ ഹോട്ട്സ്റ്റാറാണ് വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ റിലീസായിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ID ദി ഫേക്ക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു മലയാള സിനിമയാണ്. ധ്യാൻ ശ്രീനിവാസൻ, ദിവ്യ പിള്ളയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് ID ദി ഫേക്ക്. ഈ സിനിമയുടെ OTT അവകാശം സൈനാപ്ലേ ഇപ്പോൾ വാങ്ങിച്ചിട്ടുണ്ട്. ട്രെയിലർ കഴിഞ്ഞ ദിവസം പുറത്തുവന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് രാത്രി 12 മണിക്കാണ് ID ദി ഫേക്കിൻ്റെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഫീനിക്സ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. വിജയ് സേതുപതിയുടെ മകനാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. നല്ല അഭിപ്രായമാണ് ഫീനിക്സ് സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് രാത്രി 12 മണിക്കാണ് സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് സർക്കിട്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ല അഭിപ്രായമാണ് സർക്കിറ്റിന് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. എന്നിട്ടും സർക്കിറ്റ് സിനിമ പരാജയപ്പെട്ടു. ആസിഫ് അലിയാണ് സിനിമയിലെ നായകൻ. ഇപ്പോഴത്തെ ഈ സിനിമയുടെ OTT മനോരമ മാക്സ് ആണ് വാങ്ങിച്ചിട്ടുള്ളത്. സിനിമയുടെ ഒഫീഷ്യൽ റിലീസ് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സെപ്റ്റംബർ മാസം 26-നാണ് സർക്കിറ്റിൻ്റെ ഒഫീഷ്യൽ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഹൃദയപൂർവ്വം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. 70 കോടി ക്ലബിൽ ഇടം പിടിച്ച സിനിമയാണ് ഹൃദയപൂർവ്വം. ഇപ്പോഴും സിനിമ തിയേറ്ററുകളിൽ ഓടുന്നുണ്ട്. മോഹൻലാലാണ് സിനിമയിലെ നായകൻ. ഇപ്പോഴത്തെ ഈ സിനിമയുടെ OTT ജിയോ ഹോട്ട്സ്റ്റാറാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഹൃദയപൂർവ്വം ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. സെപ്റ്റംബർ മാസം 30-ന് ജിയോ ഹോട്ട്സ്റ്റാറിലാണ് ഹൃദയപൂർവ്വത്തിൻ്റെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് മദ്രാസി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. AR മുരുകദോസ് സംവിധാനം ചെയ്ത സിനിമയാണ് മദ്രാസി. ശിവകാർത്തികേയനാണ് സിനിമയിലെ നായകൻ. നല്ല അഭിപ്രായമാണ് മദ്രാസി സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ ഈ സിനിമയുടെ OTT അവകാശം ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. മദ്രാസി റിലീസാക്കിയിട്ട് ഒരു മാസം മുൻപ് തന്നെ സിനിമയുടെ OTT വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അങ്ങനെയാണെങ്കിൽ സെപ്റ്റംബർ മാസം 30-ന് ആമസോണിലായിരിക്കും മദ്രാസിയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് വേല എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു സിനിമയായിരുന്നു വേല. ഒരുപാട് പേർക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. തിയേറ്ററുകളിൽ നല്ല അഭിപ്രായമാണ് വേല സിനിമ നേടിയെടുത്തത്. ഷൈനികം പോലീസായിട്ടാണ് വേല സിനിമയിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ OTT ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ സെപ്റ്റംബർ മാസം ലാസ്റ്റ് വീക്കോടുകൂടി OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ബാന്ദ്ര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ദിലീപിൻ്റെ ഗ്യാങ്സ്റ്റർ മൂവിയായിരുന്നു ബാന്ദ്ര. തമന്നയാണ് സിനിമയിലെ നായിക. പക്ഷേ ബാന്ദ്ര സിനിമ തിയേറ്ററുകളിൽ ഫ്ലോപ്പായി. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ OTT ഇത്രയും കാലമായിട്ട് വിറ്റുപോയിട്ടില്ല. സിനിമ കാണാത്തവർക്ക് OTTയിൽ കാണാനും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ ബാന്ദ്ര സിനിമയുടെ OTT ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ സെപ്റ്റംബർ മാസം 28-ന് മുന്നേ OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഓടും കുതിര ചാടും കുതിര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. സാധാരണ നല്ല വരവേൽപ്പാണ് ഫഹദ് സിനിമയ്ക്ക് മലയാളത്തിൽ ലഭിക്കാറ്. എന്നാൽ ഓടും കുതിര ചാടും കുതിര പരാജയപ്പെട്ടു. ഇറക്കിയ പൈസ പോലും സിനിമയ്ക്ക് തിരിച്ചു പിടിക്കാൻ സാധിച്ചിട്ടില്ല. അത്രയ്ക്കും ഫ്ലോപ്പായിരുന്നു. കല്യാണിയാണ് ഈ സിനിമയിൽ ഫഹദ് ഫാസിലിൻ്റെ നായിക. ഇപ്പോൾ അവസാനം നെറ്റ്ഫ്ലിക്സ് ആണ് ഓടും കുതിര ചാടും കുതിരയുടെ OTT അവകാശം വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ സെപ്റ്റംബർ മാസം 28-നാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് സുമതി വളവ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് പേരെ കാത്തിരിക്കുന്ന സിനിമയാണ് സുമതി വളവ്. ഇതൊരു ഹൊറർ കോമഡി മൂവിയായിരുന്നു. തിയേറ്ററുകളിൽ വിജയിച്ച സിനിമയാണ് സുമതി വളവ്. അർജുൻ അശോകൻ കേന്ദ്ര കഥാപാത്രമായിട്ടാണ് സിനിമയിൽ വന്നത്. ഗോകുലം ഗോപാലനാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ ക്വാളിറ്റി സിനിമയിൽ കാണാനുണ്ടായിരുന്നു. ഇപ്പോഴത്തെ സുമതി വളവ് OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. C5 ആണ് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. സിനിമയുടെ റിലീസ് തീയതി പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ എക്സ്പെക്റ്റഡ് ഡേറ്റായി പറയുന്നത് സെപ്റ്റംബർ മാസം 25-ന് മുന്നേ സുമതി വളവ് വരുമെന്നാണ്. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ആരാധകർ കാത്തിരുന്ന് മടുത്ത സിനിമയാണ് ബസൂക്ക. OTT അവകാശമാണെങ്കിൽ നേരത്തെ വിറ്റുപോയി. എന്നാൽ അവർ റിലീസാക്കുന്നുമില്ല. C5 2 മാസം മുന്നേ തന്നെ ബസൂക്കയുടെ OTT വാങ്ങിച്ചിട്ടുള്ളതാണ്. പക്ഷേ അവർക്ക് സിനിമ റിലീസാക്കാൻ താല്പര്യമില്ല. മമ്മൂട്ടി മികച്ച ആക്ഷൻ രംഗങ്ങളാണ് സിനിമയിൽ കാഴ്ചവെച്ചത്. ഇപ്പോഴത്തെ ബസൂക്ക സിനിമ റിലീസിനെത്തിയിരിക്കുകയാണ്. സെപ്റ്റംബർ മാസം 25-ന് മുന്നേ ബസൂക്ക സിനിമ C5-ൽ റിലീസാക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അവസാനത്തെ ഒരു അപ്ഡേറ്റ് ലോക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നിലവിൽ 250 കോടിക്കടുത്ത് സിനിമ കളക്ഷൻ നേടി.
ഇനി ഇൻഡസ്ട്രി ഹിറ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഒരുപക്ഷെ 300 കോടി കളക്ഷൻ നേടാനും സാധ്യതയുണ്ട്. കാരണം ലോക സിനിമ ഇപ്പോഴും തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം ആക്ഷൻ രംഗങ്ങൾ സിനിമയിലുണ്ട്. കല്യാണി മികച്ച അഭിനയമാണ് കാഴ്ചവെച്ചത്. അതുപോലെ നെസ്ലിന് സിനിമയിലുണ്ട്. ലോക സിനിമ നെറ്റ്ഫ്ലിക്സിൽ ഒക്ടോബർ മാസം ഫസ്റ്റ് വീക്കിലാണ് OTT റിലീസ്. അപ്പോൾ നിങ്ങൾ ഇനി കാത്തിരിക്കുന്ന OTT മൂവികൾ ഏതൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.